നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ്. നമ്മളെ വീട് 2994 സ്ക്വയർ ഫീറ്റാണുള്ളത്. ഇതാണ് സിറ്റ് ഔട്ട്, ഇതാണ് ഹോള് നമ്മളൊരു ഓപ്പൺ കൺസെപ്റ്റാണ്. ഇതാണ് നമ്മുടെ കോർട്ട് യാർഡാണ്. പിന്നെ ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ. ഇതാണ് നമ്മളെ പ്രയർ റൂം. നമ്മൾ ഈ ഹൗസ് വാമിങ്ങിൻ്റെ 2-3 ദിവസം മുന്നേ എടുത്തതുകൊണ്ട് കുറച്ച് വീഡിയോസിലൊക്കെ കുറച്ച് അങ്ങോട്ടും സാധനങ്ങളൊക്കെ നമ്മൾ ശരിയായ രീതിയിലൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമാണുള്ളത്. അത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. കിച്ചണാണിത്. കിച്ചണ് വിത്ത് വർക്ക് ഏരിയ, സ്റ്റോർ റൂമാണ്. കിച്ചൺ നമ്മൾ ചെറിയ കിച്ചണാണ്. സ്ക്വയർ ഫീറ്റ് നമ്മൾ അളക്കണ സമയത്ത് ഇത് കൂടണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ കിച്ചണ് ചെറുതാക്കിയത്. ഇതാണ് നമ്മൾ ഒരു TV യൂണിറ്റായിട്ടാണ് ഇവിടെ നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് ഡൈനിങ് ഹാളിൽ നിന്നൊന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുന്ന നേരത്ത് വരെ TV ഒക്കെ ഇട്ട് വെച്ച് അത് ഡിസ്റ്റർബൻസ് ഇല്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത്. നമുക്ക് മേലെ 2 ബെഡ്റൂമാണുള്ളത്. അതാണ് ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 2 ബെഡ്റൂമിൽ ചെറിയൊരു ഹാളുമാണുള്ളത്. ഒരുപാട് ഇൻറ്റീരിയേഴ്സൊന്നും നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടില്ല, ഒക്കെ മിനിമലായിട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കോർട്ട്യാർഡ് തന്നെയാണ് നമ്മുടെ ബേസിനും വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒന്നാമത് ഈ വെള്ളത്തിൻ്റെ ഒക്കെ നിലത്തൊക്കെ ആയി നിലക്കാകെ എന്താ പറയുക വൃത്തികേടാവും കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളത് കോർട്ട്യാർഡിലേക്ക് മാറ്റിയത്. പക്ഷെ അത് കാരണം നമുക്ക് ലക്ഷറി ടാക്സ് വന്നു. കാരണം അത് വാസയോഗ്യമായ സ്ഥലത്ത് കണക്കാക്കുക. അതുകൊണ്ട് നമുക്ക് 3000-ന് മുകളിൽ കടന്നു. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ നമ്മുടെ വീടിന് അങ്ങനെ ഒരുപാട് എക്സ്പെൻസൊന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത വീടല്ല. ഇപ്പോൾ ഈ വീടുണ്ടാക്കണമെങ്കിൽ അതിലേറെ ക്യാഷ് ചിലവാകും. അത് ഞങ്ങൾ വീട് പണി തുടങ്ങിയിട്ട് 5 കൊല്ലം, പിന്നെ ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. അപ്പോൾ അത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു വീടുണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് അന്ന് നമുക്ക് ആ ചിലവായ പൈസ കൊണ്ടൊന്നും നടക്കില്ല. അത് പെട്ടെന്ന് കഴിഞ്ഞത് കൊണ്ടാണ് അത്ര നമുക്ക് സാധിച്ചത്.